ചൈനയിൽ വെച്ച് നടന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൈകോർത്തതും അമേരിക്കയെ കുറച്ചൊന്നുമല്ല അലോസരപ്പെടുത്തിയിട്ടുള്ളത്. മോദിക്കും ഷീക്കുമൊപ്പം പുടിനും ചൈനയിൽ വെച്ച് ഒരു കൈ ഒരു മെയ് എന്ന രീതിയിൽ ഒരുമിച്ചതോടെ പുതിയ ലോകക്രമം ഉണ്ടാവുകയാണ് എന്ന ചർച്ച സജീവവുമാണ്. ആ ലോകക്രമം അമേരിക്കയുടെ മേധാവിത്വത്തിന് ചെക്ക് വെച്ചേക്കുമെന്ന ചർച്ചകളും കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതുകൊണ്ടൊന്നും തീർന്നില്ല. മോദിക്കും പുടിനും പിന്നാലെ ഒരാൾ കൂടി ചൈനയിലേക്ക് എത്തിയിരിക്കുകയാണ്. മറ്റാരുമല്ല, ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ. പലപ്പോഴും റഷ്യൻ പ്രസിഡന്റുമായി നിർണായക ചർച്ചകൾക്കായി റഷ്യ സന്ദർശിക്കാറുള്ള കിം 2019 ശേഷം ഇതാദ്യമായാണ് ചൈനയിലെത്തുന്നത്. ബീജിംഗിൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന സൈനിക പരേഡിൽ പങ്കെടുക്കാനായാണ് കിം എത്തിയത്. വളരെ അപൂർവമായി മാത്രമാണ് കിം വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ കിമ്മിന്റെ ഇപ്പോഴത്തെ ചൈന സന്ദർശനം ഷീ ജിൻപിങ്ങുമായും വ്ളാഡിമിർ പുടിനുമായും അദ്ദേഹത്തിനുള്ള ബന്ധം അടിവരയിടുന്നതാണ്. മോദിയുടെ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയുള്ള കിമ്മിന്റെ വരവിനെ വെറുതെ ഒരു സന്ദർശനം മാത്രമായി കാണാൻ സാധിക്കില്ല എന്നും ചർച്ചകളുണ്ട്. കിമ്മിന്റെ പിതാവും മുത്തച്ഛനും ഉൾപ്പെടെയുള്ളവർ വർഷങ്ങളായി യാത്ര ചെയ്ത ആഡംബര ബുള്ളറ്റ് പ്രൂഫ് ട്രെയിനിലാണ് കിം ചൈനയിലെത്തിയത്. ഔദ്യോഗിക സംഘത്തിനൊപ്പം ട്രെയിനിലെ പ്രത്യേക മുറിയിൽ ചർച്ച നടത്തുന്ന കിമ്മിന്റെയും അത്യാധുനിക സൗകര്യങ്ങളുള്ള ഈ ട്രെയിനിന്റെയും എല്ലാം ചിത്രങ്ങൾ സുലഭമാണ്. 2 വർഷം മുമ്പ് പുടിനുമായുള്ള ചർച്ചകൾക്കായി കിം റഷ്യയിലേക്ക് പോയതും ഇതേ ട്രെയിനിൽ തന്നെയാണ്. കിമ്മിന്റെ ഈ യാത്രയ്ക്ക് നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമാണുള്ളത്. അമേരിക്കൻ വിരുദ്ധ ചേരിയിലുള്ള രാജ്യങ്ങൾ ഒരേ കുടക്കീഴിൽ അണിനിരക്കുന്നു എന്നതാണ് ആ പ്രാധാന്യം. വർഷങ്ങളായി ഉത്തര കൊറിയയെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് ചൈന. US-ഉം മറ്റു പല സഖ്യരാജ്യങ്ങളും ഉത്തര കൊറിയയ്ക്ക് പല കാര്യങ്ങൾക്കായി നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴും ആ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്താൻ ഒരു ലൈഫ് ലൈൻ നൽകിക്കൊണ്ടിരുന്നത് ചൈന തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഉത്തര കൊറിയയ്ക്ക് റഷ്യയുമായുള്ള ഊഷ്മള ബന്ധം. യുക്രൈനെതിരായ റഷ്യയുടെ പ്രത്യേക സൈനിക നടപടിയിൽ പ്യോങ്യാങ്ങും ഒരു ഭാഗമായിരുന്നു. ആയുധങ്ങളും സൈനികരെയും നൽകി ഉത്തര കൊറിയ റഷ്യയെ പിന്തുണച്ചു പോന്നിരുന്നു. ചൈനയ്ക്ക് 30%, നോർത്ത് കൊറിയയ്ക്ക് 10%മാണ് നിലവിൽ US ചാർത്തിയിട്ടുള്ള താരിഫ്. ഈ കണക്ക് വലിയ ഭീഷണിയൊന്നുമല്ല. എന്നിരുന്നാലും US-ന്റെ ഈ താൻ പോരുമയെ ചെറുക്കാൻ ഈ കൂട്ടുകെട്ട് ഉണ്ടായേ തീരുവെന്ന് കിമ്മിനറിയാം. റഷ്യ, ഇന്ത്യ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് അമേരിക്ക ഉയർത്തുന്ന ഭീഷണികളെ മറികടക്കുക എന്ന് തന്നെയാണ് ഷീ ജിൻപിങ്ങിന്റെ ഉദ്ദേശം. അതിനായി സൈനിക രംഗത്തെ മികവും ആയുധം ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്ന ഒരു കൂറ്റൻ പരേഡും തന്നെയാണ് ലോക നേതാക്കളെ സാക്ഷിയാക്കി ഷീ ഒരുക്കിയിരിക്കുന്നത്. US-ന് പകരമായി സ്വയം ഉയർത്തി കാണിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങളുടെ ഒരു ഭാഗമാണ് ഇതെന്നും അർത്ഥമുണ്ട്. ചൈനയുമായി നിർണായക നയതന്ത്ര നീക്കങ്ങൾ നടത്തിയെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരേഡ് കാണാൻ ഉണ്ടായിരുന്നില്ല. എന്തായാലും പുടിനും ഷീക്കുമൊപ്പമുള്ള കിമ്മിന്റെ സാന്നിധ്യം 3 നേതാക്കളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഉപകരിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. US നേതൃത്വം നൽകുന്നുവെന്ന് അവകാശപ്പെടുന്ന ലോകക്രമത്തിന് ഒരു വെല്ലുവിളി ഉയർത്താൻ ഈ 3 നേതാക്കളും കൈകോർത്താൽ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയും ഇതിന്റെ ഗുണഭോക്താവാവുമോ അല്ലെങ്കിൽ കൈ കൊടുക്കുമോ എന്നാണ് ഇനി നോക്കി കാണേണ്ടത്.